3 P's ഫോർ PCOS. ഇതിൽ ലാസ്റ്റ് പി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് കറക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ PCOD കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് പി എന്ന് പറയുന്നത് പ്ലേറ്റ് ആണ്. അതായത് നിങ്ങളുടെ 3 നേരത്തെ ഭക്ഷണം ബാലൻസ് ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്ലേറ്റിന്റെ 1/4 ഭാഗം കാർബും ബാക്കി 1/2 ഭാഗം ഫൈബേഴ്സും, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇലക്കറികൾ എന്നിങ്ങനെയാണ്. ബാക്കി 1/4 ഭാഗം പ്രോട്ടീൻസും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. സെക്കൻഡ് പി എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. ഡെയിലി 1/2 മണിക്കൂർ നന്നായിട്ട് വിയർക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ്, അതുപോലെ വാക്കിംഗ്, ജോഗിങ്, സ്വിമ്മിങ്, ഡാൻസിങ് പോലുള്ള ആക്ടിവിറ്റീസും നല്ലതാണ്. തേർഡ് പി എന്ന് പറയുന്നത് പീസ് ഓഫ് മൈൻഡ് ആണ്. അതായത് സ്ട്രെസ് ഉള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് കുറക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടണം. ലൈക്ക് മെഡിറ്റേഷൻ, ഡീപ് ബ്രീത്തിങ്, ജേർണലിംഗ്. അതുപോലെ ഹോബീസ് ഇഷ്ടമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള ഹോബീസിൽ ഏർപ്പെടുക. റിലേഷൻഷിപ്സ് കൂട്ടുക. ഇവയെല്ലാം മനസ്സിനെ കാം ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. സോ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ PCOD വളരെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും.